ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ബീഫ് ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അതിനുവേണ്ടി ഞാനൊരു വലിയ ഒറ്റ പീസാണ് എടുത്തേക്കണം, 1 കിലോയുടെ. അത് ചെറിയ പീസാക്കി നുറുക്കിയെടുത്തു. നെയ്യെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. നല്ല പീസായിരുന്നു എനിക്ക് കിട്ടിയത്. എന്നിട്ട് അതിനുശേഷം 2 വലിയ സവാള, 5-6 പച്ചമുളക്, ഒരു വലിയ വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, കറിവേപ്പില. നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കും കേട്ടോ. കുക്കറിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. കുക്കറിൽ വെച്ചാൽ പെട്ടെന്നാവും ഉണ്ടാകും. നല്ല അടിപൊളിയായിട്ട് ചെറിയ പീസാക്കിയാണ് എടുത്തേക്കണേ. ചെറിയ പീസാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആക്കുമ്പം ടേസ്റ്റും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ, ചീഞ്ചട്ടിയിലിട്ട്. എന്നിട്ട് നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ആവുകയും ചെയ്യും. ആ സമയത്ത് നമുക്ക് സവാളയും പച്ചമുളകും മസാല ആയിട്ട് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിൾ പരിപാടി, ആർക്കും ഉണ്ടാക്കാം. അതേ കുക്കറും എടുത്തു, ഇറച്ചി ഇട്ടു, അതിലേക്ക് വറുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തു. ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഓരോരുത്തരും ഇത് ഓരോ രീതിയാണ് ഉപ്പിൻ്റെ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഞാനിവിടെ അരിപ്പയിലായിരുന്നു ബീഫ് റെഡിയാക്കി വെച്ചിരുന്നത്, അരിഞ്ഞിട്ട് കഴുകി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഇല്ലാത്തതിന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട. നിങ്ങൾ ഡയറക്റ്റ് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടുന്നെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ഫ്രൈ ആക്കുമ്പോൾ ഒത്തിരി താമസം വരും. ഈ സമയത്ത് തന്നെ നമുക്ക് സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടില്ല, പച്ചമുളകും, അത് നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി മീറ്റ് മസാല ഇട്ട് കൊടുക്കണം. മീറ്റ് മസാല ഉപയോഗിക്കണം കേട്ടോ. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല ഇട്ടിട്ട് നമ്മൾ മസാല തയ്യാറാക്കുന്നത്. പട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഉപയോഗിച്ചാൽ മതി. ഇനിയിപ്പോൾ ഒരു 7 വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ സവാളയും പച്ചമുളകും ഇപ്പുറ സൈഡിൽ റെഡിയാക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക അതിലേക്ക്. അതിന് മുമ്പ് കുറച്ച് കറിവേപ്പില ഇടണം കേട്ടോ. നമ്മൾ കുക്കറിൽ ഇടണേലും കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷനാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സവാള ഇവിടെ കിടന്ന് പയ്യെ വരണ്ടോളും. വേണമെങ്കിൽ പെട്ടെന്നാവണമെങ്കിൽ ഇച്ചിരി ഉപ്പ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. മറ്റേതിലെ ഉപ്പും കൂടി നോക്കണം കേട്ടോ. നമ്മൾ കുക്കറിൽ ഇട്ടില്ലേ, ആ ഉപ്പും കൂടി ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ മറ്റേതിൽ നമ്മൾ വച്ചിരിക്കുന്ന ബീഫ് എന്തായെന്നറിയാം. ഒരു 7 വിസിൽ വരുമ്പോൾ എടുക്കണം. അപ്പോഴത്തേക്ക് ഇത് പയ്യെ ആയി വന്നോളും. ഇതാവണ സമയത്ത് തന്നെ ബീഫും റെഡിയാവും. അതിൻ്റെ വിസിലെല്ലാം ഏറൊക്കെ പോയി റെഡിയായിട്ട് കിട്ടും. ഒരു 8-9 മിനിറ്റിനുള്ളിൽ തന്നെ വിസിലടിക്കുക. 7 വിസിൽ. 7 വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് വിസിലടിപ്പിക്കേണ്ട. എന്തില്ലേ, നമുക്കൊരു വിസിലും കൂടി 2 വിസിലടിപ്പിച്ചാൽ മതി. ഇനിയിപ്പോൾ വെന്ത് പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ബീഫ് ഫ്രൈ അല്ലേ. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുക്കുക. മീറ്റ് മസാല. ഓക്കെ ഫ്രണ്ട്സ്, അത് ഗോൾഡൻ കളറായി സവാള വരുമ്പോഴായിട്ട് ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് നമ്മൾ ഇത് തീക്ക് ഓഫ് ചെയ്ത് റെഡിയാക്കി തീക്ക് ഓഫ് ചെയ്ത് വയ്ക്കും. നമ്മുടെ കുക്കറിലെ ബീഫ് വെന്ത് കഴിയുമ്പം നമുക്ക് ബാക്കി മിക്സ് ചെയ്ത് റെഡിയാക്കാം. അതിനായിട്ട് നല്ല എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ ഉരുളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം ഫ്രൈ ആക്കാനായിട്ട്. ഒരുപാട് ഗ്രേവിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. മാക്സിമം 20 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കാം. ഈ സവാളയ്ക്ക് ഈ കുക്കറിൽ വയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ റെഡിയാക്കുവാണെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ കുക്കറിലാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. നമ്മളെല്ലാവരും വീട്ടിൽ ഗ്യാസൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടി എല്ലാവരും തന്നെ ഇപ്പോൾ കുക്കറിലായിരിക്കും ബീഫ് ഉപയോഗിക്കുന്നത്. എന്തായി നോക്കിയാലോ, എയറെല്ലാം പോയി ഉണ്ടോ, നല്ല പരുവായി, ഒട്ടും വെള്ളമില്ല, അടിയിലും പിടിച്ചിട്ടില്ല, നല്ല സൂപ്പറായിട്ട് ഉണ്ടോ. ഒന്ന് ഒഴിക്കുമ്പോൾ വറ്റിപ്പോകാനുള്ള വെള്ളമുള്ളൂ. നമ്മളിനി ഇത് ചീഞ്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഉരുളിയിലേക്കോ എന്തിലേക്ക് ഇട്ടാലും അപ്പോൾ നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ അത് കറക്റ്റ് പകുതി ഇട്ട് കൊടുത്താൽ മതി ചീഞ്ചട്ടിയിലിടുമ്പോൾ. എന്നിട്ട് അത് വറ്റി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഉള്ളത് കൂടി മിക്സ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ബീഫ് നമ്മൾ ഒരു ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു, ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് ഇട്ടു. ഇച്ചിരി പെപ്പർ ഇട്ട് കൊടുക്കണം കേട്ടോ, കുരുമുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വലിയതിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പകുതി സവാളയും ഇത് റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അത് പകുതി ഇട്ട് കൊടുക്കുന്നതായിട്ട്. ഇപ്പം എന്നിട്ട് അതിൽ കിടന്നാൽ അത് മിക്സ് ആയിക്കോളും. നമ്മൾ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പകുതി
ആ സവാള റെഡിയാക്കി ഇട്ട് കൊടുത്തു. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നമുക്ക് ഇച്ചിരി ബ്ലാക്ക് കളർ കിട്ടും. ഞാൻ ഒരുപാട് ഇട്ടിട്ടില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം എരിവ് അതിനനുസരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എന്ത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാകുന്നേ ഉള്ളൂ. എല്ലാവർക്കും സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന കേസാണ്. കുരുമുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ കുത്തായിരിക്കും. കണ്ടോ, ഒരുപാട് വെള്ളമൊന്നുമില്ല. അതിപ്പോൾ തന്നെ സംഭവം വറ്റി റെഡിയാവും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സിമ്പിൾ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് ബാലൻസ് ഉള്ള ആ സവാളകൾ ഇട്ട് കൊടുക്കുമ്പം നമ്മുടെ പരിപാടി ഫിനിഷായി. എന്താ ടേസ്റ്റ്, എന്താ ലുക്ക്. നമ്മൾ ഇതുപോലെ ഇതുണ്ടാക്കിയിട്ട് ഒരു ടേസ്റ്റ് ഇല്ലാന്ന് ആരും പറയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. ഇത് തുടക്കക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന. കുക്കറിൽ നമ്മൾ ആദ്യമേ ബീഫ് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് റെഡിയായി വന്നു. അതിലേക്ക് സവാള ഇട്ട് മിക്സ് ചെയ്തു. സിമ്പിൾ പരിപാടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, എല്ലാം നല്ല സിമ്പിളായിട്ട് വന്നില്ലേ. ഇതിനി ചോറിനോ പൊറോട്ട, പത്തിരി, ബിരിയാണി എല്ലാത്തിനും നമുക്ക് ബീഫ് ഫ്രൈ ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് സവാളയൊക്കെ അതിൻ്റെ മുകളിൽ വന്നു. ലുക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ തുടക്കക്കാരനായതുകൊണ്ട് എല്ലാവരെയും സബ്സ്ക്രൈബും ലൈക്കും ഷെയറെല്ലാം ചെയ്ത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിൾ പരിപാടിയാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്.